നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക നീക്കം നടന്ന ദിവസമാണ് ഇന്ന്. സാബു ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 2020 പാർട്ടി NDAയിൽ ചേർന്നിരിക്കുന്നു. 2020 ചെയർമാൻ സാബു ജേക്കബ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇതിനുള്ള ധാരണ ഉരുത്തിരിഞ്ഞത്. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഈ മുന്നണി പ്രവേശനം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ടാണ് BJP നീക്കങ്ങൾ നടത്തുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് 2020യുമായി നടന്നു വന്ന ചർച്ചകൾ. വളരെ സസ്പെൻസ് ആയിരുന്നു അത്. ഇന്ന് വളരെ അവിചാരിതമായ ഒരു പ്രഖ്യാപനത്തിലൂടെ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ ഈ വിധത്തിലുള്ള ഒരു പക്ഷേ 2020ക്ക് ഇവിടെ കൂട്ടുചേരാൻ പറ്റുന്ന മുന്നണി എന്ന് പറയുന്നത് NDA ആണ് എന്ന തരത്തിലൊക്കെയുള്ള വിലയിരുത്തലുകൾ വളരെ മുമ്പ് തന്നെ വന്നിട്ടുള്ളതാണ്. അതിന്റെ പ്രഖ്യാപനം എന്ന നിലയിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്ത് എത്തുകയാണ്. വികസന രേഖ അവതരിപ്പിക്കാൻ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ എത്തിക്കുമെന്ന BJPയുടെ വാക്ക് പാലിച്ചുകൊണ്ട് 27 ദിവസമാകുമ്പോഴേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. ആ വേദിയിലായിരിക്കും 2020യുടെ മുന്നണി പ്രവേശനം സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അക്കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു. മോദി എത്തും മുൻപ് തന്നെ കേരള രാഷ്ട്രീയത്തിലെ വിസ്മയമായി അവതരിപ്പിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഇന്നത് ചെയ്തത്. അമിത്ഷാ കേരളത്തിലെത്തിയപ്പോൾ സാബു ജേക്കബുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിനൊപ്പം രാജീവ് ചന്ദ്രശേഖറും 2020യെ NDA മുന്നണിയിലെത്തിക്കാനായുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരുന്നു. ഇതിന്റെ എല്ലാം ഒടുവിലാണ് ഇന്ന് ഒരു കൂടിക്കാഴ്ച നടക്കുകയും അതിൽ ഔദ്യോഗിക തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇരുവരും വാർത്താ സമ്മേളനത്തിലൂടെ ഇക്കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷകരമായ ദിവസമാണ്. ഇന്ന് NDAന്റെ ഭാഗമായി 2020 ജോയിൻ ചെയ്യുന്നു. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ 2020 സാബുജിയും ഒഫീഷ്യലായിട്ട് PMന്റെ പ്രസൻസിൽ NDAന്റെ ഭാഗമാവും. അപ്പോൾ 2020 എന്ന പാർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചു കാലമായിട്ട് 2016 മുതൽ വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അതിന്റെ അപ്പുറം സാബുജി ഈ നാട്ടിൽ ഒരു വളരെ ജോബ് ക്രിയേറ്റർ ആയ ഒരു ഓentrepreneur-ആണ്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡും അദ്ദേഹത്തിന്റെ ബിസിനസ് ആക്യുമെൻ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനമുണ്ട്. മലയാളിയായ എനിക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തെ ഈ സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെ പുറത്താക്കി തെലങ്കാനയിൽ പോയി 20,000 അവിടെ തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിച്ചു. അപ്പോൾ NDAന്റെ ഭാഗമായി 2020 ഇന്ന് വരുമ്പോൾ അത് NDAന്റെ ആവശ്യമാണ്. പക്ഷെ അതിന്റെ ഒപ്പം എല്ലാ മലയാളികളുടെ ആവശ്യമാണ് അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ആ ജോബ് ക്രിയേഷൻ ട്രാക്ക് റെക്കോർഡ് തുടരണം. വികസിത കേരളത്തിന്റെ വലിയൊരു ഭാഗമായിട്ട് ആ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി തുടരുന്നതെന്ന് ഞങ്ങൾ എല്ലാവരും ആവശ്യമാണ്. വികസിത കേരളമാണ് BJP ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യം. രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാട് BJPക്ക് കേരളത്തിൽ നൽകിയിരിക്കുന്നത്. കേരളം പിടിക്കണമെങ്കിൽ വികസനം പറഞ്ഞു മാത്രമേ സാധ്യമാകൂ എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു സമീപനം BJP സ്വീകരിക്കുന്നത്. അതിന് ഏറ്റവും സ്വീകാര്യനായ വ്യക്തി, അതിലൊപ്പം കൂട്ടാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യനായ വ്യക്തി എന്ന നിലയിലാണ് സാബു ജേക്കബിനെ രാജീവ് ചന്ദ്രശേഖർ അവതരിപ്പിക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിന്റെ 2020 എന്ന പാർട്ടിയെയും 2020 രൂപീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് 2020 ഒരു പ്രധാന മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത്. മറ്റ് മുന്നണികൾ ഒത്തുചേർന്ന് തങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്
2020 പറഞ്ഞുകൊണ്ടിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ 23 പാർട്ടികൾ ഒപ്പം നിന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു, അവർക്കൊക്കെ ഭയമാണ് ഞങ്ങളെ എന്ന രീതിയിൽ 2020 അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്തായാലും നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തുമ്പോൾ ആയിരിക്കും ഔദ്യോഗികമായിട്ടുള്ള ഈ പ്രഖ്യാപനം ഒന്നുകൂടി നടക്കുക. നാളെ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുമ്പോൾ ആ വേദിയിൽ സാബു ജേക്കബ് ഉണ്ടാകും എന്നതാണ് അറിയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു വലിയ അംഗീകാരം നൽകിക്കൊണ്ട് തന്നെ പാർട്ടിക്കൊപ്പം നിർത്തുക എന്നതാണ് BJP ഉദ്ദേശിക്കുന്നത്. LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടുമുടിച്ച് ഇവിടെ ഈ നാട് നശിപ്പിക്കുന്ന കണ്ട് മനം മടുത്തിട്ടാണ് ഇതിനൊരു മാറ്റം വരുത്തണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ 2020 എന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയതും കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് ഞങ്ങളുടെ പാർട്ടി ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തത് 10 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ 14 വർഷമായിട്ട് ഞങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒട്ടനവധി മാതൃകാപരമായ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി. ഞങ്ങളെ ഇല്ലാതെയാക്കണം എന്ന് വിചാരിച്ചവർക്ക് ഞങ്ങൾ എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം, അതിന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് NDA-യോടൊപ്പം, മോഡി സർക്കാരിനോടൊപ്പം, അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായത്. അപ്പോ വലിയ പ്രതീക്ഷകളാണ് ഇരുവരും മുന്നോട്ട് വെക്കുന്നത്. കേരളത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമം ഒറ്റയ്ക്ക് സാധ്യമാകില്ല എന്ന് കണ്ടതിനാലാണ് BJP-ക്കൊപ്പം കൂടുന്നത് എന്നതാണ് 2020 ചെയർമാൻ പറയുന്നത്. മാത്രവുമല്ല BJP 2020 സംബന്ധിച്ച് അവർക്ക് UDF-ഉമായോ LDF-ഉമായോ സഹകരിക്കുക സാധ്യമല്ല. അപ്പോൾ അനുയോജ്യമായ സഖ്യം എന്ന നിലയിലാണ് BJP-ക്കൊപ്പം ചേരാൻ 2020 തീരുമാനമെടുക്കുന്നത്. 2020യും BJP-യുമായുള്ള കൂട്ടുകെട്ട് ഒരു ചലനവും ഉണ്ടാക്കില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ആദ്യ പ്രതികരണം വരുന്നത്. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഫ്യൂഡൽ സ്വഭാവമുള്ള സാബു ജേക്കബിന് അതിന് ചേർന്ന പാർട്ടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നത് സാബു ജേക്കബ് പറയുന്നു. പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അതിൽ കൂടുതൽ കൊഴിഞ്ഞുപോക്കുകൾ ഇനി ഉണ്ടാകും എന്ന് കൂടി S. സതീഷ് പറഞ്ഞു. 2020 ഇപ്പോൾ BJP പോയിട്ടുണ്ട് എന്നുള്ളത് വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയല്ല. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ 2020 പോകുന്നത് BJP പാളയത്തിലേക്കാണ് എന്നതിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ച പാർട്ടിയാണ്. യഥാർത്ഥത്തിൽ BJP-യുടെ ഏജന്റാണ് സാബു ജേക്കബ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJP-ക്ക് തനിച്ചു വളരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് സംവിധാനങ്ങളെല്ലാം കൂടെ നിർത്തിക്കൊണ്ട് വളരാൻ കഴിയുമോ എന്ന BJP-യുടെ പരീക്ഷണത്തിൻ്റെ കേരളത്തിലെ ഏജന്റായിരുന്നു സാബു ജേക്കബ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു സംശയം വേണ്ട, കേരളത്തിൻ്റെ ജനത വളരെ മതനിരപേക്ഷപരമായി ചിന്തിക്കുന്നവരാണ്. അവർ ഈ നീക്കത്തിനെ ശക്തിയായി ചെറുത്തു തോൽപ്പിക്കുന്നതിന് ആവശ്യമായ സമീപനം സ്വീകരിക്കും. കുന്നത്തുനാട്ടിലെ ജനങ്ങളെ സാബു ജേക്കബ് BJP-ക്ക് പണയം വെച്ചു എന്നായിരുന്നു എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ ആരോപണം. കമ്പനി നിലനിൽക്കണമെങ്കിൽ BJP-ക്കൊപ്പം കൂടേണ്ടുന്ന അവസ്ഥയാണ് സാബു ജേക്കബിനെന്ന് മുഹമ്മദ് ഷിയാസ് പറയുന്നു. സാബു ജേക്കബിന് ആമാശയത്തിന്റെ പ്രശ്നമാണ് എന്ന വിമർശനമാണ് മുഹമ്മദ് ഷിയാസ് ഉയർത്തിയത്. ജനങ്ങൾ കൈവിട്ട് കഴിഞ്ഞെന്ന് ബോധ്യമായപ്പോഴാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായത് എന്നതാണ് മുഹമ്മദ് ഷിയാസ് ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അഴിമതിക്കാരും സ്വജനപക്ഷപാതികളും ഒന്നിനും കൊള്ളില്ലാത്തവരാണ് എന്ന് പറഞ്ഞിട്ടാണ് അരാഷ്ട്രീയവാദിയായ സാബു ജേക്കബ് 2020 രൂപീകരിച്ചത്. ആ 2020യുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചത്. ജനാധിപത്യവാദികളായിട്ടുള്ള ഒരാളും സാബുവിൻ്റെ ഒപ്പം പോകില്ല, അത് ഉറപ്പ്. 2020യുടെ ഈ പരീക്ഷണം ഇവിടെ അവസാനിച്ചു. അത് നനഞ്ഞ പടക്കമായി മാറി. 2020 നനഞ്ഞ പടക്കമാണ്. അതൊന്നും കോൺഗ്രസിനെയോ UDF-നെയോ അതിനപ്പുറത്ത് ജനാധിപത്യ വിശ്വാസികളെയോ വിലക്കടക്കാമെന്നോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാമെന്നോ വിചാരിക്കേണ്ട. അതെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. 2020 BJP മുന്നണിയിലെത്തുന്നത് എറണാകുളത്ത് വലിയ ഗുണം ചെയ്യും എന്നതാണ് BJP-യുടെ കണക്കുകൂട്ടൽ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ
ആ സ്വാധീനം അവിടെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു നീക്കമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഒരുപക്ഷെ ഇത്തരം മാറ്റങ്ങൾ BJPയെ അകറ്റി നിർത്തിയിട്ടുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നു. പക്ഷേ അതിൽ മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണാം. പലയിടങ്ങളിലും BJPക്ക് ആ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2020യിലേക്ക് പോകുമ്പോൾ ഇനി കൊഴിഞ്ഞുപോക്കാണോ ഉണ്ടാകുന്നത്, അതോ ശക്തി വർദ്ധിക്കുകയാണോ ഉണ്ടാവുക എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും അതിൽ ഒരു വിധി എഴുതുന്ന ഘടകം. അവിടെയായിരിക്കും നമുക്ക് അത് വളർച്ചയാണോ കോട്ടമാണോ ഉണ്ടാക്കിയതെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ആദ്യ പരീക്ഷണം നടക്കുന്ന ഇടം. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.